ഈ സെഷനിൽ എന്നോട് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എന്തിനെ കുറിച്ചാ? പൊളിറ്റിക്സ്. വിശപ്പുള്ളവന്റെ വയറ്റുന്നാണല്ലോ ഭയങ്കര സൗണ്ടുള്ള ഒരു പൊളിറ്റിക്സ് വന്നത്. പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം കേട്ടോ. നമുക്ക് വളരെ കുറച്ച് സമയം മതി. ഭയങ്കര വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ നമുക്ക് പറയാനൊന്നുമില്ല. വളരെ ചെറിയൊരു കാര്യം. നമ്മൾ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോന്ന് സാധനം, നമ്മളെ കയ്യിൽ നിൽക്കുന്ന എന്തോ അല്ലാത്തൊരു ഏർപ്പാടാ എന്ന് കരുതുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നമുക്ക് ഏറ്റവും നല്ല പരിചയമുള്ള, നമ്മൾ നിരേനെ ഇടപെടുന്ന ഒന്നിനെ കുറിച്ചാണ്. നമ്മൾ ഓക്സിജനെ കുറിച്ചും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചൊന്നും എല്ലാ ദിവസവും സംസാരിക്കാറൊന്നുമില്ല. അന്തരീക്ഷത്തിൽ വായുവുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അത്ര ബോധവാന്മാരും അല്ല. പക്ഷേ എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ നിമിഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ജീവിതം കിടക്കുന്നത്. ഒരു 2 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് മുഴുവനായിട്ട് മൂക്കും വായും പൊത്തിയിട്ട് നമുക്ക് ജീവിക്കാനാവുമോ? ശ്വാസം എടുക്കാണ്ട്. അപ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നാൽ മാത്രമേ അതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്നത് എന്തോ സുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എപ്പോ വേണമെങ്കിലും വെള്ളം കുടിക്കാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഈ വെള്ളം കുറച്ചു നേരം അധികം കിട്ടാതായാൽ മാത്രമേ വെള്ളം ഒരു ലക്ഷറിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചുറ്റിലും നിരന്തരമായിട്ടുള്ള, എപ്പോഴും നമ്മുടെ ചുറ്റിലുള്ള, നമ്മൾ നന്നായി എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊളിറ്റിക്സ്. ഈ വിശപ്പുള്ളവന്മാരുടെ വിശപ്പ് ഭയങ്കര പ്രശ്നമാണല്ലോ. വിശപ്പ് നമുക്ക് തീർക്കാം, പക്ഷെ ചെറിയൊരു കാര്യത്തിന് ശേഷം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇതുപോലെ നമ്മൾ ദിവസവും എൻഗേജ് ചെയ്യുന്ന, നമുക്ക് ഭയങ്കര പരിചയമുള്ള, നമ്മൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിന് തന്നെയാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തോ പുതിയൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നു എന്ന് തോന്നൽ നിങ്ങൾക്ക് വേണ്ട. നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ നിരന്തരമായി നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കൂലേ, നമ്മുടെ ചുറ്റിലുള്ള കുറെ കാര്യങ്ങൾ, ഈ എയർ, വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ബേസിക് ആയിട്ട് നമ്മളെ കൂടെയുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ ഒന്നിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ദ ഫേമസ് കോട്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഇഫ് യു ഡസന്റ് ഇന്റർവീൻ ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് വിൽ ഇവൻച്വലി ഇന്റർവീൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം വന്ന് നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു കോട്ട് കേൾക്കാത്തവരായിക്കൊണ്ട് സോഷ്യൽ സയൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്സ് വിൽ ഇവൻച്വലി ഇന്റർഫിയർ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഇടപെട്ട് തുടങ്ങുമെന്ന്. ഈ പറഞ്ഞ കണക്കെയാണ് നമ്മുടെ ചുറ്റിലുണ്ടാവുകയും അദൃശ്യമാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ സയൻസ് ചർച്ച ചെയ്യുന്ന ഒരു കോൺക്ലേവ് ഉണ്ടാവുമ്പോൾ, ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സോൾ എന്ന് പറയാൻ പറ്റുന്ന പോയിന്റ് കിടക്കുന്നതും എവിടെയാണെന്നറിയോ? അത് ഈ പൊളിറ്റിക്സിലാണ്. നിങ്ങൾക്ക് അപരിചിതമായ, നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ ഇടപെട്ടിട്ടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും ഇടപെടേണ്ടിയില്ലാത്ത ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് നമ്മൾ നിരന്തരമായിട്ട് ഇടപെടുന്ന ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒന്ന് മാത്രമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആ പൊളിറ്റിക്സിനെ കുറിച്ച്. അപ്പൊ നമുക്ക് കുറച്ച് അപരിചിതത്വം മാറ്റി വെച്ചാൽ മതി. നമുക്ക് അറിയൂല എന്നുള്ള തോന്നലങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇതാരാ? ഇതെന്റെ സ്വന്തം, ഇത് എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നന്നായി ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നമുള്ളൂ. പൊളിറ്റിക്സിനോടുള്ള ഒരു അപരിചിതത്വം മാറിക്കിട്ടാൻ ഇത് ഭയങ്കര എളുപ്പമാണ്. ആ പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നോട് ഇവിടെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട സാറ് സംസാരിക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ചു, പൊളിറ്റിക്സ് എന്ന് പറയും. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നൊരു ചിത്രം എന്തായിരിക്കും അത്? ഒരു ഇമേജ് ഞാൻ പറയാം, ദ വേർഡ് പൊളിറ്റിക്സ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു മനസ്സിൽ, ഉദാഹരണത്തിന് ആ ഫ്ലവർ, ഞാനൊരു പൂവ് എന്ന് പറഞ്ഞു, നിങ്ങൾ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ഇമേജ് വന്നോ? എന്താ വന്നേ? ഒരു പൂവ്, ഏതെങ്കിലും ഒരു പൂവ്.
ഒരു റെഡ് റോസോ അല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള ഒരു ജാസ്മിനോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവർ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരൂലേ? a friend ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഇല്ലേ? ഇല്ലേ? അതാരാന്ന് പറയണ്ട, ചിലപ്പോ പ്രശ്നം. ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് വരുന്നില്ലേ? ഇതുപോലെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നൊരു ഇമേജ് എന്താ? മോദിയോ? ഗുഡ്, ഇറ്റ്സ് എൻ ഇമേജ്. ഇവിടെ പറഞ്ഞേ ദ്രൗപദി മുർമു. ഹു ഇസ് ദ്രൗപദി മുർമു? ഇനി ഒരാളും കൂടി അവിടെ ഉണ്ടായി. നിന്റെ കൈപ്പൊക്കെ ഒരു കുട്ടി ഉണ്ട് അവിടെ സാറേ, ഒരു കുട്ടി. ഇപ്പൊ എല്ലാരും കൈപ്പൊക്കുവാണല്ലോ. അപ്പൊ ഒഫീഷ്യലി ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് തളപതി വിജയനാണ്. വിജയ് ആരാന്ന് അറിയോ? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഇനി ഒരാളും കൂടി കൈ പൊക്കി, അയാൾക്കും കൂടി അവസരം നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, കൈ കൂടുതൽ പൊങ്ങാണല്ലോ. നിങ്ങൾ പറഞ്ഞിട്ട് മതി ബാക്കി. എണീറ്റിന്നോ? ഈ ഉറക്കെ പറഞ്ഞാ മതി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡു യു നോ ഹിം? അപ്പൊ അംബേദ്കർക്ക് എന്താ ഒരു കൈയടി ഒന്നും വേണ്ടേ? അതെന്തിന്റെ വാപ്പയാ? ബി.ആർ. അംബേദ്കർ ആരാ? കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഉറക്കെ പറഞ്ഞാ മതി. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിനെ അറിയോ? ആഹാ, ഇന്ദിരാഗാന്ധിക്ക് നമുക്ക് ഫാൻസ് ഉണ്ട്. നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വിമൺ ആണ്. ഇന്ത്യയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇന്ദിരാഗാന്ധി. യെസ്, നെക്സ്റ്റ്. രാഹുൽ ഗാന്ധി, APJ അബ്ദുൽ കലാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. ഓക്കെ, നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് പൊളിറ്റിക്സ് എന്താണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ വന്ന എന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ പൊളിറ്റിക്സിൽ ഭയങ്കര അവെയർ ആയ കുട്ടികളാണെന്ന് ഒഫീഷ്യലി ഞാൻ അംഗീകരിക്കുന്നു. ഇനിയിപ്പോ എന്താ നമ്മൾ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കണ്ടേ? നിങ്ങൾക്ക് എന്തൊക്കെയാന്ന് അറിയാന്നറിയോ? നമ്മൾ ഈ ജനറൽ നോളജ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹലോ ഞാൻ ചോദിക്കൂട്ടോ, ചോദിക്കുമ്പോ പറയാം, അല്ലാത്തപ്പോ ഞാനും പറയാം. നൈസ് ഡീൽ അല്ലേ? എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് അറിയാം, പ്രസിഡന്റ് ആരാന്ന് അറിയാം, ഫാദർ ഓഫ് നേഷൻ ആരാന്ന് അറിയാം, ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരാന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം, നമ്മള് നിലവിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്, പ്രസിഡന്റ് ആരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഈ ഡാറ്റ മൊത്തം ആരുടെ കയ്യിലുണ്ട്? ഏതെങ്കിലും ഗൂഗിളിന്റെയോ ജെമിനിന്റെയോ കയ്യിലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കണക്കിയതാ പീസിലെ കുട്ടികളുടെ കയ്യിൽ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ട്. നിങ്ങൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാം, പക്ഷെ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോ നമുക്കൊരു ബേജാറാ, ഇത് എന്തെന്നാ സാധനം, അതാണ് ഇത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണിത് എന്ന് വെച്ചാൽ ഞാനൊരു 2-3 പേരുകളിലേക്ക് വരാം. നമ്മൾ ഫാദർ പറഞ്ഞ പേരുകളില്ലേ? മഹാത്മാഗാന്ധിയെ പറഞ്ഞല്ലോ ഇവിടെ ആള്. മഹാത്മാഗാന്ധിയെ പറഞ്ഞല്ലോ. നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ഇമേജ് ആണ് ഗാന്ധി എന്ന് പറഞ്ഞു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധി ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ മറ്റൊരു മറുപടിയും പറഞ്ഞു. ഗാന്ധി ആരാണ്? ഫാദർ ഓഫ് നേഷൻ, ഈ രാജ്യത്തിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു. ഈ രാജ്യം ആരെങ്കിലും പ്രസവിച്ചതാ ആണോ? അല്ലല്ലോ, അങ്ങനെ ഒരു പ്രോസസ് ഒന്നല്ല. പിന്നെ എങ്ങനെ ഇനി അമ്മയും അച്ഛനൊക്കെ ഉണ്ടായി കഴിഞ്ഞേ, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടായി കഴിഞ്ഞേ? ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഭൂപടത്തിൽ അതിർത്തികൾ വരക്കപ്പെട്ട ഒരു പ്രദേശം മാത്രമാണ്. എന്ന് വെച്ചാൽ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിശാലമായ 7 വൻകരകൾ കാണാം. ഇതിനകത്ത് കുറെ വരകൾ കാണാം. ഈ വരക്കപ്പുറത്തുള്ളത് ഇന്ത്യ, ഈ വരക്കപ്പുറത്ത് പാകിസ്ഥാൻ, ഈ വരക്കപ്പുറത്ത് ബംഗ്ലാദേശ്, ആ വരക്കപ്പുറത്ത് ഇറാൻ, ഇറാഖ്, അപ്പുറത്തൊരു US, അതിനിടയിൽ എവിടെയോ ഒരു പലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാപ്പിൽ കുറെ ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങളാണ് ജിയോഗ്രഫിക്കലി ഒരു കൺട്രി എന്ന് പറയുന്നത്. ആ അതിർത്തി രേഖകളാണ്. ഇന്ത്യ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് അത് കശ്മീർ മുതൽ കേരളം വരെ, കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് രാജസ്ഥാൻ മുതൽ അങ്ങോട്ട് പരന്നു കിടക്കുന്ന ഒരു
ഭൂപ്രദേശത്തിന്റെ പേരാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. ജിയോഗ്രഫിക്കലി അതിർത്തികൾ വരച്ച ഒരു പ്രദേശത്തിന്റെ പേരാണ് എന്ന് എളുപ്പത്തിൽ പറയാം. പക്ഷേ നാളൊരു ദിവസം ഈ പറഞ്ഞ പോലെ അതിർത്തി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ രാജ്യം ഇവിടെ തന്നെ ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു ഇമോഷൻ കൂടിയാണ്. ഒരേതെങ്കിലും രണ്ട് വരകളല്ല, അതൊരു ഇമോഷൻ കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ പ്ലെഡ്ജ് ചൊല്ലാറുണ്ടല്ലോ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ നമ്മളെ തന്നെ അഷ്വർ ചെയ്യാണ്, നമ്മൾ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യാണ്. ഹേയ് ഓൾ ഇന്ത്യൻസ്. നമ്മൾ എന്തെങ്കിലും ഈ ഓൾ ഇന്ത്യൻസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടു തീരുവോ? ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ള ഒരു രാജ്യം, ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഈ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരെയും ഒരുപക്ഷെ നമുക്ക് കണ്ടു തീർക്കാനൊന്നും ആവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്ലെഡ്ജ് അല്ല, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ബേജാറാവുന്നത്. കാരണം ആരാണ് അവിടെ ആ കലാപത്തില് ഇല്ലാതാവുന്നത്? അവിടെ നാട് കത്തിക്കുമ്പോ, വീട് കത്തിക്കുമ്പോ അതിൽ വെന്തു പോകുന്ന മനുഷ്യന്മാരാരാ? ഇറ്റ്സ് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. നമ്മൾ കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത് എന്തുകൊണ്ടാ? ഇറ്റ്സ് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. നമുക്ക് കശ്മീരിലോ മണിപ്പൂരിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ മാത്രമല്ല പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇറാഖിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, പലസ്തീനിൽ ഇപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലബനനില് വലിയ വിഷയങ്ങളുണ്ട് നമ്മൾ അറിയുന്നു, സിറിയയിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നറിയുന്നു, ലോകത്തെമ്പാടും വലിയ വിഷയങ്ങളുണ്ട്, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പട്ടിണിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ഇതേ വേദനയുണ്ട്. അതും നമുക്കൊരു ഇമോഷനാണ്. ആ ഇമോഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് നേഷൻ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹ്യൂമാനിറ്റിയാണ്. നമ്മൾ മനുഷ്യന്മാരാവുകയും നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ഉള്ള എല്ലാ മനുഷ്യന്മാരും എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ ബാധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു വിഷയമാണ് എന്നൊരു മോറലി നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഹ്യൂമാനിറ്റീന്റെ ഉള്ളിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്, ഈ സങ്കടം വരുന്നത്. അത് ഭയങ്കര നല്ലൊരു ഒരു കൾച്ചറുമാണ്. നമ്മൾ നല്ല മനുഷ്യന്മാരായോണ്ട് അത് വരുന്നത്. അല്ലാത്തവർക്ക് ഈ ബേജാറൊന്നും ഉണ്ടാവില്ലെന്നേ. ഗാസയിൽ യുദ്ധം നടക്കുകയാണ്, അവിടെ കുട്ടികൾ മരിച്ചു, അതിനെന്താ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബംഗ്ലാദേശിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയുള്ള പ്രധാനമന്ത്രിയെയും അവരുടെ വൈഫിനെയും ആളുകൾ ഓടിക്കുകയാണ്, അവിടെ ചുട്ടു കൊല്ലുകയാണ് എന്ന് പറയുമ്പോഴും അതിനെന്താ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ചോദിച്ചാലും നമുക്ക് എളുപ്പമുള്ള ഒരു മറുപടിയാണ് എന്ത്? അതിന് അല്ലേ? നിങ്ങൾ പറയില്ല അതിനൊരു കാലം കഴിഞ്ഞില്ലേ, കുഴപ്പമില്ല, അതിനെന്താന്നുള്ളൊരു സാധനം നമുക്ക് ആർക്കും വരാം. പക്ഷെ അതിനെന്താന്ന് വരാതെ പകരം അതിന്റെ ഉള്ളിൽ നമുക്കൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ, വേദന വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ ഹ്യൂമാനിറ്റി ഉണ്ട്. രണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പൊളിറ്റിക്സും ഉണ്ട്. ആ പൊളിറ്റിക്സും കൂടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വർക്കാവുന്നത്. ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് വർക്കാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാ, മനുഷ്യ സ്നേഹത്തിന്റെ ഒരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാ, എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മോറൽ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാ. ഞാൻ പറയുന്നത് പൊളിറ്റിക്സിനെ എനിക്ക് നിങ്ങൾക്ക് ആർക്കും തൊട്ട് കാണിച്ചു തരാൻ പറ്റില്ല. വരൂ നമുക്ക് പൊളിറ്റിക്സിനെ പരിചയപ്പെടാം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഐ എം അൺബോക്സിംഗ് പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കാണിച്ചു തരാനൊന്നും പറ്റില്ല, നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ പറയാ, പേരുകൾ പറയാം. എലക്ഷൻ ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, നരേന്ദ്രമോദി ഉണ്ട്, VD സതീശൻ ഉണ്ട്, തളപതി വിജയ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? പാർട്ട് ഓഫ് പൊളിറ്റിക്സ് ആണ്, പാർട്ട് ഓഫ് ഡെമോക്രസിയാണ്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തെ വേണമെങ്കിൽ നമുക്കൊരു ഇമോഷനായിട്ട് നമുക്ക് ഇങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യാം, നമ്മൾ ഉള്ളിലെടുക്കാം. ആ ഇമോഷൻ നമ്മള് സാധാരണ മനുഷ്യൻ എന്നതിൽ നിന്ന് കവിഞ്ഞ് നമ്മള് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. സോഷ്യലി എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിയാക്കി മാറ്റും. ഇപ്പൊ ഞാൻ ആലോചിക്കുക, ഐ ആം കേപ്പബിൾ ഓഫ് എവറിത്തിങ്. ഞാൻ എന്താണ്? ഞാൻ ഭയങ്കര പവർ ഉള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര പൈസയുള്ള ഒരാളാണ്, എനിക്കിവിടെ എന്തും വാങ്ങിക്കാൻ പറ്റും, എന്തും എനിക്ക് സാധ്യമാണ്. ഞാൻ നാളെ ഡൽഹിയിലേക്ക് ടൂർ പോയി. ഡൽഹിയിൽ ഭയങ്കര എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ ഉള്ള ഒരു സമയമാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പൈസ ഉണ്ടായിട്ട് എന്താ, ചിലപ്പോൾ എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല,
ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പിറ്റേ ദിവസം ഒരു നിയമം വരുവാണ്. ഇപ്പൊ നേരത്തെ കുറച്ച് മുൻപ് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരുന്നു CAA, NRC പോലെയുള്ള പൗരത്വ ഭേദഗതി നിയമങ്ങൾ. എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ ഈ രാജ്യത്തെ പൗരനാണോ അല്ലയോ എന്ന് സിറ്റിസൺഷിപ്പ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഈ രാജ്യത്തെ പൗരനാണോ സിറ്റിസൺ ആണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരുപാട് നിയമമുണ്ട്. ആ നിയമത്തിൽ ഞങ്ങളൊരു ഭേദഗതി, ഞങ്ങളൊരു ഒരു മാറ്റം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അമെന്റ്മെന്റിന് വേണ്ടി ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഒരു ശ്രമം നടത്തി. ഏത് ലോയും പാർലമെന്റിന് അമെന്റ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് കോൺസെപ്റ്റുമായിട്ട് ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാത്ത ഏത് ലോയും ഏത് നിയമവും ആർക്ക് പാർലമെന്റിന് അമെന്റ് ചെയ്യാനുള്ള പവർ പാർലമെന്റിനുണ്ട്. പാർലമെന്റ് എന്താണ്? ലോ മേക്കിംഗ് ബോഡിയാണ്, ലോ ഉണ്ടാക്കുന്ന ബോഡിയാണ്. അപ്പൊ അവർക്ക് അത് അമെന്റ് ചെയ്യാം. പക്ഷേ ആ അമെന്റ്മെന്റിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ അമെന്റ്മെന്റിന്റെ പ്രശ്നം എന്തായിരുന്നു എന്നറിയോ? അത് ഭയങ്കരമായി പാർഷ്യൽ ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആയിരുന്നു. ആ അമെന്റ്മെന്റ് മനുഷ്യരെ ജാതി നോക്കി, കാസ്റ്റ് നോക്കിയിട്ട്, അവരുടെ മതം നോക്കി, അവരുടെ റിലീജിയൻ നോക്കിയിട്ടൊക്കെ വേർതിരിക്കുകയും അങ്ങനെ വേർതിരിച്ചുകൊണ്ട് ചിലർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാം, ചിലർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു ലോ ആയിരുന്നു. അങ്ങനെ ഒരു ലോ വന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെ ഒരു ലോ വന്നു കഴിഞ്ഞാലോ, എനിക്ക് പണമുണ്ട്, കോട്ടക്കൽ അങ്ങാടിയിൽ 10 ഏക്കർ ഭൂമിയുണ്ട്, ഞാൻ വലിയ തറവാട്ടുകാരിയാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറയാ, നിങ്ങൾ ഈ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ലോയിന്റെ ഉള്ളിൽ വരുന്ന ഒരാളല്ല, യു ആർ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടീനൊക്കെ ഇല്ല, നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നു, അതേപോലെ എടുത്തിടാൻ ആർക്ക് അധികാരം ഉണ്ടാവും? ഈ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് അധികാരം ഉണ്ടാവും. അവരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. ഇപ്പോ പിറ്റേ ദിവസം മുതൽ നിങ്ങളെ പ്രോപ്പർട്ടി എന്തായി? എനിമി പ്രോപ്പർട്ടി ആവും. അങ്ങനെ സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ എനിമി പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. ഈ നാട്ടില് സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സ്ഥലത്തിന്റെ ഓണർ ഈ രാജ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എനിമി ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട ആളാണെങ്കിൽ അതൊരു എനിമി പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യും. അല്ലെങ്കിൽ ഗവൺമെന്റ് അത് കണ്ടുകിട്ടും. ഗവൺമെന്റ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എടുക്കും. അപ്പൊ ഞാൻ ആരായി? എനിക്ക് നല്ല സ്വത്തുണ്ട്, എനിക്ക് ഭയങ്കര തറവാട്ട് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പൊളിറ്റിക്സ് വിൽ ഇന്റർഫീൻ ഇൻ യുവർ ലൈഫ്. ഈ സാധനങ്ങൾ ജീവിതത്തിലേക്ക് വരും. അത് മോശമായിട്ട് മാത്രമല്ല, നന്നായും വരും. നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാ, വായു ശ്വസിക്കുന്ന പോലെ നമുക്ക് അറിഞ്ഞൂടാ ഇവിടെ വായു ഉണ്ട് എന്ന്. ഇതാ ഓക്സിജൻ പറക്കുന്നു, ഇതാ എവിടെയാ ഓക്സിജൻ? ദാ ഇവിടെ ഓക്സിജൻ ആർക്കെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഓക്സിജൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും കയ്യിൽ കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ ഓരോ സെക്കൻഡിലും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സാധനം എന്താ? എല്ലാം കൊണ്ടുപോയിട്ട് ഓക്സിജൻ ഇങ്ങനെ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. ഈ സാധനം നമുക്ക് എപ്പോഴും മനസ്സിലാവും? ഞാൻ ഈ പറഞ്ഞ പോലെ മൂടി വെച്ചാലും മനസ്സിലാവും. അതുവരെ നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഈ സാധനം ഉണ്ട്. ഇതുപോലെയാ പൊളിറ്റിക്സ്. നിങ്ങൾ ജീവിക്കുന്ന അതിൻ്റെ അകത്താ, പക്ഷേ നമുക്ക് തിരിയൂല നമ്മൾ ജീവിക്കുന്ന അതിൻ്റെ ഉള്ളിലാണ്. അത് അവിടെ ഇല്ലാണ്ടായാലേ നമുക്ക് മനസ്സിലാവും നമ്മൾ ജീവിക്കുന്നത് പൊളിറ്റിക്സിലാണ്. എവ്രി ഡിസിഷൻ ഇൻ ദിസ് കൺട്രി ഈസ് മെയ്ഡ് ബൈ പൊളിറ്റിക്സ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെ ജീവിക്കാം? ഞാൻ അടിപൊളി മനുഷ്യനാണ്, എനിക്ക് ഞാൻ മാത്രം മതി, എനിക്കൊരു ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. നിങ്ങളൊക്കെ ആര്? നിങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ മക്കൾ, നിങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് വിചാരിക്കാം. പക്ഷെ പറ്റും? ഞാൻ വിചാരിക്കുക ഈ നാട്ടില് അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല, എനിക്ക് ഇവിടെ എല്ലാത്തിനുള്ള റൈറ്റ് ഉണ്ട്. എനിക്ക് റൈറ്റ് ഉണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബേസിക് ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയൂലേ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയൂടെ? അറിഞ്ഞൂടെ എന്ന് പറഞ്ഞതാര്? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അറിയോ? യെസ് ഓർ നോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അറിയോ? യെസ്. അതിനകത്ത് കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് അറിയോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് അറിയോ? ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് പോയിട്ട് ഒന്ന് നോക്കണം കേട്ടോ. അത് ഏത് 6ാം ക്ലാസ്സുകാരനായാലും ശരി, 10ാം ക്ലാസ്സുകാരിയായാലും ശരി. ഷംറൂഖല്ലേ? ഷംറൂഖ് ഏത് ക്ലാസ്സിലാ? 8ല്.
8 പഠിക്കുന്ന ഷംറൂഖിനെ നിങ്ങൾക്ക് അറിയോ? എന്നാ നാളെ മുതൽ അറിയണം. ഷംറൂഖ് ഒരു അടിപൊളി മനുഷ്യനാണ്. ഷംറൂഖിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഉദാഹരണത്തിന് ഷംറൂഖിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല കട്ട ചങ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കഥയിൽ ഷംറൂഖ് ആരാന്നറിയോ? ഒരു ദുഷ്ട കഥാപാത്രമാണ്. ഇവനെ പോലൊരു വില്ലൻ ഈ ലോകത്തില്ല. ക്ലാസ്സിൽ വെറും പാരയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ഷംറൂഖ് പറയും മിസ്സേ 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 അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയും. ആരെങ്കിലും ഹോംവർക്ക് സ്കിപ്പ് ചെയ്താൽ ഷംറൂഖ് പറയും ഹലോ ഹലോ ഇത് എക്സാമ്പിളാ ഷംറൂഖേ ഇവിടെ വാ. ഇല്ല. അപ്പൊ ആരെങ്കിലും ഹോംവർക്ക് മിസ് ചെയ്താല് ഷംറൂഖ് ഒറ്റയ്ക്ക് കൊടുക്കും. ആരെങ്കിലും ക്ലാസ് കട്ട് ചെയ്താല് ചെയ്യലുണ്ടോ? ഇത് ഉദാഹരണാടാ. ഇച്ചൻ ഈ ഹോംവർക്ക് ചെയ്യലില്ലാതോ? അപ്പൊ ശരിക്കും ദുഷ്ട കഥാപാത്രമാണ് അല്ലേ? അപ്പം അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ എല്ലാവർക്കും ഷംറൂഖിനെ വെറുത്ത് ഇവൻ എങ്ങനെങ്കിലും ഈ പീസ് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നാണ് മനസ്സിലുള്ളത്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സാറുമാർക്ക് ഇഷ്ടല്ല, പ്രിൻസിപ്പൾ അത്രയും കണ്ടൂടാ. കാരണം ഇവൻ എന്താണ്? ഇവൻ ഒരു വില്ലനാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി വേണ്ട പഠിച്ചാനെ ഷംറൂഖിനെ ആരെങ്കിലും ഉപദ്രവിച്ചു, കൊന്നു എന്നൊക്കെ പറയാൻ വന്നു വേണ്ടല്ലേ. ഷംറൂഖിനെ ആരെങ്കിലും ഉപദ്രവിച്ച് ഓൻ രാത്രി വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് മുഖം മൂടി ഭരിച്ച 4 ആളുകൾ വന്നു ഓന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്ത് ഓനെ പഞ്ഞിക്കിട്ട്. എന്തൊരാ സന്തോഷം. ഓനെ പഞ്ഞിക്കിട്ട് ഓനെ ഉപദ്രവിച്ച് ആകെ പ്രശ്നമായി. പിറ്റേ ദിവസം ഓൻ 2 കൈയൊക്കെ കെട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് വരികയാണ്. ഉദാഹരണാണേ. 2 കൈയൊക്കെ കെട്ടി ഇങ്ങനെ വരിക. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്ത് വിചാരിക്കും? ആ ശരി തന്നെ, അടിപൊളി, ഓനക്കത് കിട്ടിയാ പോരാ എന്ന് വിചാരിക്കും. സാറുമാർ വിചാരിക്കും ഓന് കുറച്ച് കുറവുണ്ടേനു. ഉമ്മി വാപ്പി ആദ്യം പറയാ കിട്ടിയത് നന്നായി, ഞങ്ങക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേനു. അങ്ങനൊക്കെ പറഞ്ഞു എന്നും വിചാരിക്കട്ടോ. ഇതെന്താണ്? എക്സാമ്പിൾ ആണ്. ഇതെങ്ങാ ഷംറൂഖിന്റെ ഉമ്മയും വാപ്പിയും കേട്ടാ ചിലപ്പോ എനിക്ക് ഈ പഞ്ഞിക്കടയിൽ കിട്ടും. പോട്ടെ. അപ്പം ഇങ്ങനെ ഒരാളും ഷംറൂഖിനെ തിരിഞ്ഞു നോക്കാനില്ല. പക്ഷെ ഷംറൂഖേ അനക്ക് വേണ്ടി ഒരാൾ നിൽക്കും. ആരാന്നറിയോ? യു നോ എക്സാമ്പിൾ. ഇയും ദുഷ്ടനാ. ചോറ് ഷംറൂഖിന് വേണ്ടി ഓനെപ്പോഴും നിൽക്കും. എന്തിന്? ചോറുന്നാന്. പക്ഷെ ഷംറൂഖിന് വേണ്ടി ഇവിടെ ഒരാൾ ഉയർന്നു നിൽക്കും. ഷംറൂഖിന് ചോദിക്കാനും പറയാനും ഈ ലോകത്ത് ആരും ഇല്ലെങ്കിലും ആ ഒരാൾ ഉണ്ടാവും. അതാരാന്നറിയോ? പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്തിനാ വരുക? ഇറ്റ്സ് റൈറ്റ്. അല്ല, റോങ് അല്ല. യു ആർ റൈറ്റ് കേട്ടോ. ഓ പറയാനുള്ള ആർജവത്തെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഒന്ന് കൈയെടുത്തിരുതേ. അപ്പൊ ഞാൻ പറഞ്ഞത് അറിയോ? അവന് വേണ്ടി ഉയർന്നു നിൽക്കാൻ വരുന്ന ഇറ്റ്സ് റൈറ്റ് ഓർ റോങ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഉള്ളിൽ ഒരു ആൻസർ ഉണ്ടെങ്കിൽ അത് പറയാൻ വില്ലിങ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആരാണെങ്കിലും അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണ്ടേ? MLA ഒരുപാട് തിരക്കിന്റെ ഇടയിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഓടി വന്നാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ ഷംറൂഖിന് വേണ്ടി നിവർന്നു നിൽക്കുന്ന ആ ഒരാൾ ആരാണ് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? അത് ഒരു അനസും അല്ല. കഥയിൽ അനസും ദുഷ്ട കഥാപാത്ര. അനസല്ലേ പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറയാം ദ വൺ. ആരാണ് എന്റെ ഷംറൂഖിനെ തല്ലിയതെന്ന് വെച്ചിട്ട് ഒരാൾ വരും. അതാണ് സ്റ്റേറ്റ്. ആര്? സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മെഷീനറി ഉണ്ട്. പോലീസ് വരും. പോലീസ് വന്ന് അന്വേഷിക്കും. അത് ഷംറൂഖ് പോയി പരാതിയൊന്നും കൊടുക്കണ്ട. ഇതറിഞ്ഞാൽ പോലീസ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ പരാതി രേഖപ്പെടുത്തും. ആരാണ് ഷംറൂഖെ അടിച്ചതെന്ന് ചോദിക്കും. ഓൻ പറഞ്ഞു മുഖം മൂടിയെ കണ്ടുള്ളൂ. വല്ല CCTV ഉണ്ടോ? ഉണ്ട്, അവിടെയാണുള്ളത്. അത് ആരന്വേഷിക്കും? പോലീസ് അന്വേഷിക്കും. ഇപ്പൊ വല്ല പൈസയും കൊടുത്തിട്ടാ? ഇവൻ 5ന്റെ പൈസ കൊടുക്കണ്ട, പക്ഷെ പോലീസ് അന്വേഷിക്കും. ഈ കേസ് കോടതിയിലെത്തും. അവന് വേണ്ടി സൗജന്യമായിട്ടൊരു വക്കീൽ ഇങ്ങനെ നിൽക്കും. അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആ കോടതിയിലെ സിസ്റ്റം തയ്യാറാവും. മറ്റാൾ എന്ത് ചെയ്യണം? കള്ളന്മാരാരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാള് സ്വന്തം പൈസയും കൊടുത്തൊരു വക്കീലിനെ വെച്ച് അവിടെ കേസ് നടത്തണം. പക്ഷെ ഷംറൂഖിന് വേണ്ടി ആര് വരും? സൗജന്യമായി പോലീസ് വരും. ഷംറൂഖിന് വേണ്ടി സൗജന്യമായി കോടതിയിൽ വക്കീൽ വരും. ഷംറൂഖിന്റെ നീതി നടപ്പാക്കാൻ ഇവിടുത്തെ മുഴുവൻ സിസ്റ്റവും കൂടെ നിൽക്കും. ആ സിസ്റ്റം എന്ന് പറയുന്നത്
പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ഇവിടെയുള്ള ആർക്ക് എന്ത് പ്രശ്നം പറ്റിയാലും അതിന് ചോദിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാരെ തയ്യാറാക്കിയതും അതിന് നീതി നിർവഹണം നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ വക്കീലന്മാരെ കോടതിയെ സെറ്റപ്പ് ചെയ്തതും സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് ഇങ്ങനെ നടന്നു പോകുന്നത് അതിന് ഫ്യോൽ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ ഷംറൂഖിന് നല്ലൊരു വാപ്പുണ്ട്, നല്ല ഉമ്മ ഉണ്ട്, നല്ല പൈസ ഉണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സൊസൈറ്റി, ഒരു സമൂഹം എന്ന ചിന്തയിൽ നമ്മൾ ഇല്ല എങ്കിൽ നമുക്കിതൊന്നും നടപ്പാവില്ല. അപ്പൊ നമ്മൾ എന്താണെന്നറിയോ, ഞാൻ അവസാനിപ്പിക്കാട്ടോ. ആസ് എ പേഴ്സൺ നമ്മൾ എല്ലാവരും ഒരു മനുഷ്യനായിരിക്കെ നമ്മളൊരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. എന്റെ സ്വത്ത്, എന്റെ സമ്പത്ത്, എന്റെ സൗഹൃദം, എന്റെ കുടുംബം, എന്റെ വീട് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു വിചാരിക്കുന്നത് ഒരു ഒരു ഉട്ടോപ്യൻ തോട്ടാണ്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്തൊരു തോട്ടാണ്. പക്ഷെ ഇതൊരു സൊസൈറ്റിയാണ്, ഇതൊരു സമൂഹമാണ്. ഈ സമൂഹത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിന്റെ ക്രമങ്ങളുണ്ട്, അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുക. മറ്റു എക്സാമ്പിളും കൂടി പറയാം. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന പോലെ മറ്റൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എനിക്ക് എന്ത് ചെയ്യാം, പ്രസംഗിക്കാം. ഈ പറയുന്ന പോലെ എനിക്ക് പ്രസംഗിക്കാൻ ഇവിടെ അവകാശമുണ്ട്, എനിക്ക് പാട്ട് പാടാൻ അവകാശമുണ്ട്, എനിക്ക് നന്നായി പാട്ട് പാടാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു DJ പാർട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? പൊളിക്കൂലേ? ആര് പൊളിക്കും? നിങ്ങളെ മാഷന്മാർ ഇന്നെ പൊളിക്കും. ആ DJ പാർട്ടി യഥാർത്ഥത്തിൽ സ്കൂളിന്റെ ഡെക്കോറത്തിന് വിരുദ്ധമാണ്. ഞാൻ രാത്രി 1 മണിക്ക് നിങ്ങളുടെ വീടിന് പുറത്തു വന്നിട്ട് മൈക്കില് ഇതുപോലെ ഒരു പ്രസംഗം വെച്ചാലോ, അത് നോയ്സെൻസ് ആണ്. ആ സമയം നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ്. എനിക്ക് അവകാശമുണ്ട് ഇവിടെ പ്രസംഗിക്കാൻ, എനിക്ക് അവകാശമുണ്ട് പാട്ട് കേൾക്കാൻ, എനിക്ക് അവകാശമുണ്ട് DJ വെക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും സൊസൈറ്റിന്റെ ഒരു ലാർജർ ഇൻട്രസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ അതിനെ ബഹുമാനിക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും അതിനോട് കൂടെ വളരാനും ഞാൻ നിർബന്ധമായിട്ടും ശീലിച്ചിരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു നല്ല സൊസൈറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വയസ്സിലാണ് ലൈസൻസ് എടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഏത് വയസ്സിലാണ് കല്യാണം കഴിക്കാൻ പറ്റുക? നിങ്ങൾക്ക് വേണ്ടേ? അതൊന്നും പറയണ്ട, കെട്ടുകയെ ഉറപ്പാ. ഷംറൂഖ് ആദ്യം കല്യാണം കഴിക്കുന്നുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് ഏത് വയസ്സിലാണ് കല്യാണം കഴിക്കാൻ പറ്റുക, നിങ്ങൾക്ക് ഏത് വയസ്സിലാണ് ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്ന ആരാ? അത് നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സാ. മെജോറിറ്റി ആക്ട് എന്നൊക്കെ പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് നിലവിലുണ്ട്. ഇപ്പൊ ഇന്ത്യ വിചാരിക്കുക, ഇന്ത്യയിൽ 18 വയസ്സൊന്നും വേണ്ട, ഒരു 13-ാം വയസ്സിൽ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കാൻ കൊടുക്കാം എന്ന് വേണമെങ്കിൽ ആർക്ക് വിചാരിക്കാം? ഇന്ത്യയുടെ പാർലമെന്റിന് വിചാരിക്കാം. ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ ഉണ്ട്, അത് വേറെ കഥ. പക്ഷെ ആ നിയമം ഉണ്ടാക്കുന്ന ആരാണ്? അത് നമ്മുടെ പാർലമെന്റ് ആണ്. ആ പാർലമെന്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഈ പൊളിറ്റിക്സിന്റെ ബേസിലാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഈ നാടിന്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി, ആസ് എ സൊസൈറ്റി ഇത് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി ആയിരിക്കണം, ഒരു സൊസൈറ്റി ആവണം എന്നതിന് വേണ്ടി സദാ 24/7 CCTV പോലെ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനാവശ്യമായ കാര്യങ്ങൾ ഇൻപുട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സോ പൊളിറ്റിക്സ് ഇസ് യുവർ ഫ്രണ്ട്, പൊളിറ്റിക്സ് ഇസ് വാട്ട് യു ലിവ് ഇൻ. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ബീങ് പൊളിറ്റിക്കൽ ഈസ് നത്തിങ് ഓപ്ഷണൽ. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ആവണോ ഇല്ലയോ എന്നുള്ളത് ഒരു ഓപ്ഷന്റെ വിഷയം പോലെയല്ല. അങ്ങനെ ഓപ്ഷനോ ചോയ്സോ നിങ്ങളുടെ മുന്നിലില്ല. നിർബന്ധമായിട്ടും നിങ്ങൾ പൊളിറ്റിക്കൽ ആയേ തീരും. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് എൻ ഒപ്പീനിയൻ. ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ഫാക്റ്റും അറിയാവുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. യു നോ എവ്രിതിങ്, എവ്രി ഫാക്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ഫാക്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, എന്റെ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് ഒരു ഡിസിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും അങ്ങനെ ഒരു കേപ്പബിലിറ്റിയിലേക്ക് കൂടി നിങ്ങൾ എത്തിക്കുന്നതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആവുക, ബെസ്റ്റ് സിറ്റിസൺ ആവുക എന്നുള്ളതാണ്. ആ പൊളിറ്റിക്സ് ആണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ്. സോ ബീങ് അവെയർ ഓഫ് പൊളിറ്റിക്സ്, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരാവുക, അതിനുള്ളില് ഏറ്റവും വിജിലന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്സ് ഈസ് നത്തിങ് ലൈക്ക് നിങ്ങൾക്ക് അപരിചിതമായ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അല്ല. പകരം എന്താണ്? ഇറ്റ്സ് ദ സിസ്റ്റം യു ലിവ് ഇൻ. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആണ്.
ആ സിസ്റ്റം ഇനിയും ഏറ്റവും ബെറ്റർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് ഇനി കൊണ്ട് നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വിജിലന്റ് അല്ലാതെ പോയാൽ ഇതൊരു അനാർക്കി ആയിട്ടാണ് രൂപപ്പെടുക, ഇത് അരാജകത്വമുള്ള സ്റ്റേറ്റ് ആയിട്ടാണ് രൂപപ്പെടുക. സോ ബി ഇൻ ദാറ്റ് വിജിലൻസ്. അതിനകത്ത് നിങ്ങളുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഉണ്ടാവുക എന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു ഓൾ ആർ സംവാട്ട് ക്ലിയർ അബൌട്ട് പൊളിറ്റിക്സ്. നമുക്കിനി ഒരു ഇന്ററാക്ഷൻ സെഷനിലേക്ക്, ഒരു ഷോർട്ട് ഇന്ററാക്ഷൻ സെഷനിലേക്ക് പോകും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്മാരുള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ള രാജ്യം എന്നത് കണക്കിൽ തന്നെ ഏറ്റവും നല്ല യുവജന സമ്പത്തുള്ള രാജ്യം കൂടിയാണ്. ഇന്ത്യക്കാണ് ഏറ്റവും നല്ല യങ് ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. ആ രാജ്യത്ത് നോക്കിക്കൊണ്ട് ഇവിടുത്തെ ഒരു ജഡ്ജി പറയാ ദേ ആർ ലൈക്ക് കോക്രോച്ച്. അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് എന്താവുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലാത്ത മനുഷ്യനാണെങ്കിൽ നമ്മൾ ഇരിക്കും ഞങ്ങൾ കോക്രോച്ച് ആണെന്ന് പറഞ്ഞ് കൂർക്കം വലിക്കും. പക്ഷേ വി ആർ അവെയർ ഓഫ് പൊളിറ്റിക്സ്, വി ആർ അവെയർ ഓഫ് എവറിത്തിങ്. നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാത്തിനെ കുറിച്ച് അവെയറാണ്. അങ്ങനെ അവെയർ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ആദ്യം സോഷ്യൽ മീഡിയ നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. അതെ, വി ആർ കോക്രോച്ച്, വി ആർ പ്രൗഡ് കോക്രോച്ച് എന്ന് പറഞ്ഞത്. ഞങ്ങളെങ്ങനെ നിങ്ങൾ വിളിക്കുന്ന ഏതോ പാർട്ടിയല്ല, പകരം ഞങ്ങൾ വളരെ വിജിലന്റ് ആയിക്കൊണ്ട് ഈ രാജ്യത്തെ നിരീക്ഷിക്കുന്ന, ഈ രാജ്യത്തിന്റെ നാളെയെ കുറിച്ച് നല്ല ബോധ്യമുള്ള അടിപൊളി മനുഷ്യന്മാരാന്ന് ആര് പറഞ്ഞു? ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് പറഞ്ഞു. അത് ആദ്യം ഇൻസ്റ്റഗ്രാമിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എക്സ് ഹാൻഡിലാണ് പറഞ്ഞത്. അത് ആളുകൾ ഏറ്റെടുത്തു. ഈ രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളും അത് ഏറ്റെടുത്തു. നിങ്ങൾക്ക് ഞങ്ങളെ പരിഹസിക്കാനോ ഞങ്ങളെ അപഹസിക്കാനോ ഒരു അവകാശവും ഇല്ല എന്ന് ഇവിടുത്തെ ഈ യങ്സ്റ്റേഴ്സ് പറഞ്ഞു. മില്യൺ അടിച്ചു കയറിയപ്പോൾ എന്ത് ചെയ്തു? ഇത് പറയുന്ന ആളുകൾക്ക്, ഇവിടുത്തെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത് ഭയങ്കര ബേജാറുണ്ടാക്കി. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇവിടുത്തെ റൂളിംഗ് പാർട്ടിയെ കുറച്ച് മോക്ക് ചെയ്തിട്ട് കൂടിയാണ് ഇവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മൂവ്മെന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ബേജാറുണ്ടായി. അപ്പൊ ഈ കുട്ടികളുടെ വായ അടച്ചു കെട്ടാൻ ഈ കാലത്ത് ഏറ്റവും വലിയ ഉപകരണം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ ബാൻ ചെയ്യാന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ മിണ്ടാതിരുന്നാൽ ഈ രാജ്യം മിണ്ടാതിരിക്കുമെന്ന് അവർ കരുതി. അങ്ങനെ ഇവരുടെ എക്സ് ഹാൻഡിൽ, ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ എന്ത് ചെയ്തു എന്നറിയോ? ഇവര് പൂട്ടിച്ചു. ഇവർക്ക് അത്രയും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായത് ഒറ്റ ദിവസം കൊണ്ട് അക്കൗണ്ട് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി, വാനിഷ് ആയിപ്പോയി. പക്ഷെ ഇവർ തളർന്നില്ല, ഇവർ വീണ്ടും വന്നു. ഇവർ വന്ന് ആദ്യം ഉന്നയിച്ച വിഷയം എന്താണെന്നറിയോ? ഒരു പക്ഷേ ഇവിടെ 10ാം ക്ലാസ് വരെ ഇരിക്കുന്ന കുട്ടികളാണുള്ളത്. ഇപ്രാവശ്യം +2 പരീക്ഷ എഴുതിയ കുട്ടികൾക്കറിയാം, അവർ ഏറ്റവും അധികം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 സയൻസ് ബാച്ച് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. നീറ്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു എയിമാണ്. നീറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാം. ആ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പറയുകയാണ് അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അത് ബാൻ ചെയ്യാണ്, ആ പരീക്ഷ റദ്ദ് ചെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ പരീക്ഷ എഴുതിയ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി പരീക്ഷ എഴുതണം. ഒരു പരീക്ഷ എഴുതാനുള്ള ഇടങ്ങേറെന്താ? ഭയങ്കര പ്രയാസമല്ലേ? അല്ലടാ, ഭയങ്കര പ്രയാസമാണ് ഒരു നല്ല പരീക്ഷ എഴുതി കിട്ടണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികളോട് വീണ്ടും എക്സാം എഴുതാൻ പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റിന്റെ വയലേഷൻ തന്നെയാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ആരും മിണ്ടാതിരിക്കും, ഇതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോയിക്കോളും എന്ന് പറഞ്ഞപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരൊരു വരവ് വന്നു ജന്തർ മന്ദിറിൽ. അവർ പറഞ്ഞു വി ആർ അവെയർ ഓഫ് എവറിത്തിങ്. ഞങ്ങളെ ഇങ്ങനെ വട്ടം കറക്കുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ച് പോകണം, ഇങ്ങനെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റിന് ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊരു മൂവ്മെന്റ് ആയിരുന്നു. അതൊരു മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയോളജിക്കലി ബാക്കപ്പ്. അവർ ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. CJP പോലെയുള്ള പാർട്ടികൾ വരുമ്പം അതിന്റെ ഐഡിയോളജി എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം വരുവാണല്ലോ. ഇപ്പൊ ഇവിടെയുള്ള മെയിൻ സ്ട്രീം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്. ഇങ്ങനെ പല പൊളിറ്റിക്കൽ പാർട്ടീസ് സാമ്പ്രദായികമായിട്ട് കുറെ കാലമായിട്ട് ഇവിടെ നല്ലതെന്ന് പറഞ്ഞ് ഇവരുടെ ഐഡിയോളജി എന്താണെന്ന് നമുക്കറിയാം. ഐഡിയോളജി എന്താണെന്നറിയാം, ഹൗ ദേ ആക്ട്, എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്, എന്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ പുതിയൊരു മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഇവരെന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ CJP നമ്മൾ കണ്ടിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോഴും അതൊരു
നമ്മൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വിജിലൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കോസ് ശരിയാവുന്നത് വരെ ഏതൊരു മൂവ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരു ഉദാഹരണം കൂടി പറയാം. AAP, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ ഇന്ത്യയിലെ അഴിമതി ആരോപണങ്ങൾക്ക് മുകളിൽ വലിയൊരു പ്രക്ഷോഭം ഉന്നയിച്ചുകൊണ്ടാണ് AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വരുന്നത്. AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ പിന്നീട് അവർ വ്യക്തമാക്കുകയും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് ആ കോസ് കണ്ട് നമ്മൾ കുറേ പേര് അവൻ്റെ കൂടെ നിന്നെങ്കിലും പിന്നീട് അവര് ഈ പറയുന്ന പോലെ തന്നെ വർഗീയമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം പല ആക്ടുകളിലേക്കും പോകുമ്പോൾ നമ്മൾ അതിനെ അതേപോലെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. മൈ ആൻസർ ഇസ് ഞാൻ എൻ്റെ മാത്രം തോന്നലിന് പറയുകയാണ്. സാമ്പ്രദായികമായിട്ട് ഇവിടെ നിലനിന്ന് വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് അലക്കാം. അതിനുള്ള സ്കെയിലും കമ്പും കോലും നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഹൗ ദ റിയാക്ട്, വാട്ട്സ് ദർ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഈ സാധനങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അറിയാം ഏതാണ് നല്ല ഏതാണ് മോശം. പക്ഷെ പുതിയൊരു മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പുതിയൊരു മൂവ്മെന്റ് വരുമ്പോൾ അതിനുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് അവരുടെ ബാക്കപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ ഉദ്ദേശം ശരിയായിരിക്കുന്നിടത്തോളം അവരുടെ കൂടെ നിൽക്കാനും ഉദ്ദേശം ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് റോങ് ആണെന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായിക്കൊണ്ട് അത്ര തന്നെ പവർഫുള്ളി അത് റോങ് ആണെന്ന് പറയാനും പറ്റുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായി പൊളിറ്റിക്കൽ ആയിട്ടുള്ള മനുഷ്യന്മാരാവുന്നത്. സോ നമ്മൾ കാത്തിരിക്കാം. നമ്മൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതല്ല, അവരുടെ ഉദ്ദേശം ശരിയാവുന്നിടത്തോളം നമ്മൾ അതുപോലെയുള്ള മൂവ്മെന്റുകളെ സ്വാഗതം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അത് നമുക്ക് ആർക്കും വെല്ലുവിളിയല്ല. നല്ല ആളുകൾ ഉണ്ടായി വരട്ടെ, നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായി വരട്ടെ. അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ എല്ലാ കാലത്തും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന്, യങ്സ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന മൂവ്മെന്റുകൾ എല്ലാ കാലത്തും ഈ രാജ്യത്തിന് ഭയങ്കര ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. That's my answer. Thank you. Yeah. ഞാൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു, ഭരണമാറ്റം സംഭവിച്ചു. വി.ഡി. സതീശൻ സർ CM ആയതിനു ശേഷം വളരെയധികം സോഷ്യൽ മീഡിയ താരകമായി മാറിയിട്ടുണ്ടായിരുന്നു കുക്കി ചെയ്യുന്നത്. ജെൻസികളുടെ ഒരു കാലഘട്ടമാണ്. മെയിനായിട്ട് ജെൻസി വോട്ടേഴ്സ് ആണ് ഇത്തരം ട്രെൻഡിങ്ങിലാണ്. ഫിസിൽ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു ട്രെൻഡിങ്ങിലാണ്. സോ ഒരുപാടധികം മാറ്റങ്ങൾ വന്നു. വോട്ടേഴ്സ് പഴയ വയസ്സായ ആളുകൾ, അതുകൊണ്ടാണ് വളരെ ഓൾമോസ്റ്റ് 10 വർഷം നമ്മൾ LDF ഭരിച്ചിട്ട് വീണ്ടും യുഡിഎഫിലേക്ക് മാറുന്നത് ജെൻസി വോട്ടേഴ്സിന്റെ ചിന്താഗതികളുടെ ഒരു മാറ്റമാണ്. സോ ആസ് എ യൂത്ത് ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളതിന് നല്ലൊരു ദീർഘവീക്ഷണമുള്ളതാണ്. ഒരു പൂക്കി വർഷത്തിൽ എന്താണ് യൂത്ത് പൊളിറ്റിക്സിലേക്ക് കളിക്കുന്നത് സംഭവിക്കാനുള്ളത്? നിങ്ങളൊക്കെ ജൻ ആൽഫ അല്ലേ? ജൻ സിയോ ഒന്നും അല്ലേ, ജൻ ആൽഫ ആണ്. ഇനി അടുത്ത് നിങ്ങളാ വരാൻ പോകുന്നത്. അടുത്തൊരു ഇലക്ഷൻ കാലമാകുമ്പോഴേക്ക് ജെൻസി കഴിഞ്ഞ് ഇനി ജൻ ആൽഫ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലമാണ്. ഇപ്പൊ ജെൻസി വോട്ട് ചെയ്യുന്ന സമയം, ഇപ്പം ജെൻസി ആണ് ഇപ്പോഴത്തെ ന്യൂ വോട്ടേഴ്സ്. അവരാണ് ട്രെൻഡ് നിർണ്ണയിക്കുക. ബാക്കിയുള്ള ആളുകളൊക്കെ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് കേരളത്തിന് പണ്ടേ അറിയാം. പക്ഷെ പുതിയ ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേജാറ്, ഇവർ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഇവരുടെ പ്രയോറിറ്റീസ് എന്താണ്? ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ടുകളായിരുന്നു. ഇറ്റ്സ് അബൌട്ട്, നമ്മൾ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ തൊഴിലിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ പുതിയ കാലത്തുള്ള നല്ല കോഴ്സുകൾ നമ്മൾ ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചു. വി ടോക്ക് അബൌട്ട് പ്രോഗ്രസ്. നമ്മൾ പ്രോഗ്രസിനെ കുറിച്ചാണ് സംസാരിച്ചത്, അല്ലാതെ വെറുതെ ആരോപണങ്ങളല്ല, അഴിമതിയെക്കുറിച്ചല്ല, അനാവശ്യമായ ഒരു ചർച്ചകളും അല്ല. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംസാരിച്ചു. ഇപ്രാവശ്യം UDF മുന്നോട്ട് വെച്ചൊരു മാനിഫെസ്റ്റോ യൂത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജെൻസി ഏറ്റെടുക്കാനുള്ള കാരണം അവര് കേട്ട പൊളിറ്റിക്സ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ കേട്ട പൊളിറ്റിക്സ് എന്താ? ഇറ്റ്സ് പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആണ്. അത് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിനെയാണ് യൂത്ത് വെൽക്കം ചെയ്യുന്നത്. നിങ്ങളും അതല്ലേ വെൽക്കം ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഞങ്ങൾ വളരുന്ന ഒരു കാലത്തേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിക്കൊണ്ട് ഈ കേരളം ഉണ്ടാവണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റുന്നത്. UDF അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഈ പൂക്കി വൈബിലേക്ക് ഇവർക്ക് കണക്റ്റ് ആവാൻ പറ്റിയതും ജെൻസി ലാംഗ്വേജിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ മാനിഫെസ്റ്റോകൾ മാറിയതും. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളും ഹോപ്പ്ഫുള്ളി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ആസ് എ പേഴ്സൺ അഫിലിയേറ്റഡ് ടു ദാറ്റ്, ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ്.
ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സിനെ മുന്നോട്ട് കണ്ടിരിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് നമ്മൾ അടുത്തൊരു കാലത്തേക്ക് വെക്കുന്നത്. ഇപ്പം ഈ മിനിസ്ട്രി വന്നതിന് ശേഷം പുതിയ രണ്ട് വകുപ്പുകൾ കൂടി വരികയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി വരുന്നത് കേരളത്തിലാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇപ്പം AI മിനിസ്റ്റർ ആയിട്ട് വരുന്നിട്ടുള്ളത്. വ്യവസായ വകുപ്പിനോടൊപ്പം തന്നെ AI എന്ന് പറയുന്ന ഒരു വകുപ്പ് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരണം. അപ്പം നമുക്കതിന് ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കാം. അതേസമയം നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി, വയസ്സായ മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു വകുപ്പ് കൊണ്ടുവരാം. അവരുടെ വെൽബീയിങ്, അവരുടെ ഹാപ്പിനെസ്, ഇതാരുടെ എയിമാണ്? അത് നമ്മളെ എയിമാണ്. സോ നമ്മൾ ഒരു കംപ്ലീറ്റ് മാനിഫെസ്റ്റോ ആണ് മുന്നോട്ട് വെക്കുന്നത്. സോ എല്ലാ കാലത്തും നമുക്ക് ആ ജെൻസി ആയിട്ടുള്ള, ജെൻഫ ആയിട്ടുള്ള, ന്യൂ ജെൻ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോവാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.